ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനും മോനിഷയും കഴിഞ്ഞ ദിവസം നമാമിക്കുട്ടി എടുത്തിട്ട് പോയിരുന്നു കേട്ടോ. അപ്പൊ അവക്ക് ഫോൺ വിളിക്കുന്ന സമയത്ത് അവൾ ഓരോന്ന് പറയട്ടെ, ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ചോളം അല്ലെങ്കിൽ ഞങ്ങൾ കമ്പം എന്ന് പറയും, ആ കമ്പം വേണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അത് വാങ്ങിച്ചാണ് പോയത്. അവിടെ എത്തി വൈകുന്നേരം തന്നെ ഞങ്ങൾ അത് റെഡിയാക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. അപ്പൊ പരിപാടിയിൽ അവള് എപ്പോഴും കൂടെ ഉണ്ടാവും, അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള വാശിയുള്ള ഒരാളാട്ടോ. അങ്ങനെ ആദ്യം കമ്പം തൊലി പൊളിക്കാനുള്ള പരിപാടി തുടങ്ങി. അപ്പോ ആള് ആദ്യമേ വാങ്ങിച്ചു കേട്ടോ. നേരെ അവളുടെ കയ്യിലേക്കാ വാങ്ങിച്ചത്. ബാക്കി കാര്യങ്ങൾ അവള് നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ തുടങ്ങി കേട്ടോ പൊളിക്കല്. അങ്ങനെ തൊലികളൊക്കെ പൊളിച്ച് അവളെ സ്വന്തമായിട്ടെല്ലാം ചെയ്തു കേട്ടോ. കാരണം അവൾക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. എല്ലാ പണിയും എടുത്തോളൂ കേട്ടോ. ഒരു മടിയില്ല പണിയെടുക്കാൻ. മറ്റേ അലക്സയൊക്കെ പോലെയാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തോളും. അങ്ങനെ ആ തൊലി പൊളിക്കല് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഒന്ന് കനലിൽ ചുട്ടെടുക്കാം കേട്ടോ. നമ്മള് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം, മൈസൂര് ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവും ഇതേപോലെ പുഴുങ്ങുന്നതും അതേപോലെ ചുട്ടെടുക്കുന്നതൊക്കെ ഉണ്ടാവും. നമുക്ക് പുഴുങ്ങുന്നത് സ്വാഭാവികമായിട്ട് നമ്മളൊന്നും കഴിക്കുന്നതാണ്. ചുട്ടെടുക്കാനുള്ള ഒരു പരിപാടിയാണ്, അതാണ് നമ്മൾ കഴിക്കാറുള്ളത്. അതാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കനല്, അതായത് അടുപ്പിൽ കുറച്ച് കനലുണ്ട്, അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഞങ്ങൾ ആദ്യം നോക്കിയത് ഇതൊന്ന് കമ്പിൽ കോർത്തിട്ട് നമ്മൾ ഗ്യാസിന്റെ മേലെ വെച്ച് കറക്കിയിട്ടൊക്കെ ഒന്ന് വേവിക്കാന്ന് വെച്ചിട്ട് നടന്നില്ല കേട്ടോ. സംഭവം കുറച്ച് റിസ്ക് ആണ്. അപ്പം ഗ്യാസിന്റെ മേലെ അങ്ങനെ കമ്പിയിലൊക്കെ വെച്ച് കറക്കുന്നതൊക്കെ പരാജയപ്പെട്ടു കേട്ടോ. എന്നാലും മാമിക്കുട്ടിയുടെ കൂടെ ശ്രമം കമ്പി കുത്തിക്കയറ്റാനുള്ളത് പരാജയപ്പെട്ടു കേട്ടോ. അങ്ങനെ കമ്പിയൊക്കെ കയറ്റി, പക്ഷെ നമുക്ക് എന്ത് ചെയ്തില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് വർക്കൗട്ട് ആയില്ല. ഗ്യാസിൽ കൊണ്ടുപോയി, പക്ഷെ ഗ്യാസിന്റെ തീയെന്ന് സത്യം പറഞ്ഞാൽ അതിന് പോരാട്ടോ. അങ്ങനെ ആ ഒരു ഐഡിയ മാറ്റിയിട്ട് പ്ലാൻ ബി, അടുപ്പത്തെ കനലെടുത്തിട്ട് കത്തിക്കുക എന്നുള്ളതാണ് തീരുമാനം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അടുത്ത പരിപാടി നോക്കുകയാണ്. നേരെ അടുപ്പിലോട്ട് വിട്ടു. അടുപ്പിലെ നല്ല തീയുള്ള കനലെടുത്ത് നേരെ പ്ലേറ്റിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ആ പ്ലേറ്റിൽ അത്യാവശ്യം കനൽ താഴെ വെക്കുക. അതിന്റെ മേലെ നമ്മളെ ചോളം അല്ലെങ്കിൽ കമ്പം വെച്ച് അതിന്റെ മേലെ കൂടെ വീണ്ടും കവർ ചെയ്തിട്ട് ഈ കനലിടുക എന്നുള്ളതാണ് പ്ലാൻ കേട്ടോ. സംഭവം ഇതുകൊണ്ടൊന്നും ഇത് വർക്കൗട്ട് ആവില്ല. കാരണം നമ്മുടെ ഈ കനലിലുള്ള തീയൊന്നും പോരാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് വേവാന്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തീ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇത് ഒന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോ നമാമിക്കുട്ടിക്കുള്ള ആദ്യത്തെ ഇത് കോണ് അല്ലെങ്കിൽ കമ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തത് ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അവളുടേത് ഏകദേശം എന്ത് ചെയ്തു, നല്ല രീതിയിൽ വെന്ത് കിട്ടി കേട്ടോ. പക്ഷെ രണ്ടാമത്തതാണ് നമുക്കുള്ളത്. നമ്മുടേത് എത്തിയപ്പോഴത്തേക്കും തീയിന്റെ ആ ഒരു കത്തലിന്റെ ഒരു ശക്തിയൊക്കെ പോയിട്ടോ. അങ്ങനെ നമ്മളത് അത്രയൊന്നും പവറായിട്ട് കിട്ടിയില്ല. എന്നാലും നമാമിക്കുട്ടിയുടേത് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടോ. അപ്പോ നമ്മൾ ഏതാ രണ്ടാമത്തതും കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ തീയിന്ന് ആവശ്യത്തിന് വെന്തു എന്ന് തോന്നിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നമാമിക്കുട്ടിയുടെ നന്നായിട്ട് വെന്തു. നമ്മളത് അത്രയൊന്നും വെന്തില്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്തു, നമുക്കത് കിട്ടിയിട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യാ, ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് നമ്മുടെ മുളക് പൊടി, ഉപ്പ് അങ്ങനെയുള്ള മസാലയൊക്കെ തേച്ച് നമുക്ക് കഴിക്കാം കേട്ടോ. സംഭവം ഇത് അവരുണ്ടാക്കുന്ന ആ ഒരു രുചി ഒരിക്കലും നമുക്ക് കിട്ടില്ല കേട്ടോ. നമ്മൾ തമിഴ് ടീമുകൾ നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്തൊക്കെ റോഡരികിലൊക്കെ ഉള്ള ആ ഒരു സംഭവമാണിത്. അപ്പൊ അത് മോഡലാക്കി ചെയ്തതാണ് ഞങ്ങൾ. അങ്ങനെ അതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല കൂടി എന്ത് ചെയ്യാണ്, ഉണ്ടാക്കാനാണ്. അപ്പൊ ആവശ്യത്തിന് മുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് എല്ലാ പണിയും ചെയ്യാൻ റെഡി ആയിക്കൊണ്ട് മാമിക്കുട്ടി ഒപ്പം ഉണ്ട് കേട്ടോ. അങ്ങനെ അവക്ക് എല്ലാം ചെയ്യണം, അവക്ക് കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാട്ടോ. എല്ലാ പണിയും എടുക്കൂടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അവള് ഇളക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നാരങ്ങ നീര് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. അതാണ് പുളി നൽകുന്നത് കേട്ടോ. അങ്ങനെ നമാമി നല്ല കട്ട വെയിറ്റിങ്ങില കേട്ടോ. ഈ സാധനം എപ്പോഴാണ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മസാല ഉണ്ടാക്കലേ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു നാരങ്ങ കൂടി മുറിച്ചെടുക്കാം കേട്ടോ. നാരങ്ങ ആ മസാലയിലേക്ക് ഒന്ന് മുക്കുക, എന്നിട്ട് നമ്മുടെ കോണിലേക്ക് തേച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നമുക്ക് നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇതൊന്ന് നമ്മുടെ ആ പൊടിയിലൊന്ന് മുക്കുക, ആ കോണിൽ തേച്ച് കൊടുക്കുക, നമാമിക്ക് കൊടുക്കാം. അപ്പൊ നമാമി കട്ട വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കട്ട വെയിറ്റിംഗ് ആണ്. കുറെ നേരം ഈ പരിപാടി തുടങ്ങിയിട്ട് ഇനി നമുക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് അവള്. അപ്പോ കോൺ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മസാലയിൽ നാരങ്ങ ഒന്ന് മുക്ക അതിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. സംഭവം വെറൈറ്റി ടേസ്റ്റ് ആണ്. അവരുണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് വേവൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇത് അങ്ങനെ കഴിക്കാം നമുക്ക്. കാരണം ഇത് നല്ല
കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ കുരുകളല്ല. അപ്പോൾ പകുതി എന്താണെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കുകയാണ്. ആള് നല്ല വെയിറ്റിങ്ങിലാട്ടോ, എപ്പോഴാ കിട്ടുന്നുള്ള വെയിറ്റിംഗ് ആണ്. സംഭവം അവൾക്ക് ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അവൾക്ക് നമ്മുടെ മസാല നമ്മുടെ കോണിൽ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം നല്ല രീതിയിലുള്ള എരിവുള്ള ഒരു ഐറ്റം ആട്ടത്. പക്ഷെ അവക്ക് എരിവൊന്നും പ്രശ്നമേ അല്ല കേട്ടോ. കാരണം അത്രയും മുളക് പൊടി, ഉപ്പ്, അതേപോലെ തന്നെ ആ പുളിപ്പുള്ള നാരങ്ങയൊക്കെ ഒഴിച്ചാലും അവക്ക് യാതൊരു കുഴപ്പമില്ല. അവള് അതിലേക്ക് മുക്കുന്നു, തേക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും.